മാന്യ പ്രേക്ഷകർക്ക് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ നൂറ്റാണ്ടിന്റെ പുണ്യമായ മഹാകുംഭമേളയിൽ പങ്കെടുത്തതിന് ശേഷം എന്തായാലും ഉത്തർപ്രദേശ് വരെ പോയി. പിന്നെ അതിലും പവിത്രമായ മറ്റൊരു സ്ഥലം, ശ്രീരാമന്റെ ജന്മസ്ഥലം അയോധ്യയിലേക്ക് യാത്ര തിരിച്ചു. ഞങ്ങൾ കുംഭമേളയിൽ നിന്ന് നടന്ന് ഏകദേശം ഒരു മെയിൻ റോഡ് എത്തി. ഒരു ബ്രിഡ്ജിന്റെ അടിയിൽ കൂടെ ഞങ്ങൾ പുറത്തേക്ക് വന്നു. അപ്പോൾ അവിടെ ഉള്ളത് മുഴുവൻ ഈ 2 വീലർ സർവീസാണ്. ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഒക്കെ അവർ കൊണ്ടുപോകും. ഒരാൾക്ക് 100 രൂപ 200 രൂപ അങ്ങനെയൊക്കെയാണ് ചാർജ്. ഞങ്ങൾ ചോദിച്ച ഇദ്ദേഹം പണമൊന്നും ആവശ്യമില്ല, എനിക്ക് അമ്മയുടെ അനുഗ്രഹം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ ആദ്യം അമ്മയെയും ആന്റിയെയും കൊണ്ട് അദ്ദേഹം നേരെ പ്രയാഗ്രാജ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അത് കഴിഞ്ഞ് അദ്ദേഹം തിരികെ വന്ന് എന്നെ പിക്ക് ചെയ്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് എത്തിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം ഒരു 500 മീറ്റർ ഇപ്പുറത്താണ് എത്തിയത്. അവിടെ ഞങ്ങളെ ഇറക്കി. അദ്ദേഹം അമ്മയുടെ കാലത്തൊട്ട് അനുഗ്രഹം മേടിച്ചു, എനിക്കിത് മാത്രം മതി എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ സന്തോഷത്തോടെ അദ്ദേഹം പോയി. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അതിഗംഭീരമായൊരു റെയിൽവേ സ്റ്റേഷൻ, എല്ലാ സജ്ജീകരണങ്ങളും, ഏകദേശം 10 പ്ലാറ്റ്ഫോമുകളോളം ഉള്ള ഒരു സൂപ്പർ റെയിൽവേ സ്റ്റേഷനാണ് അത്. അവിടെ ആൾക്കാരൊക്കെ വിശ്രമിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. അയോധ്യയിലേക്ക് ട്രെയിൻ അന്വേഷിച്ചു. അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ വിവരം 1 മണിക്കൂർ ഇടവിട്ടൊക്കെ ഇവിടെ നിന്ന് ട്രെയിൻ അയോധ്യയിലേക്കുണ്ട്, സ്പെഷ്യൽ ട്രെയിനുകൾ ഇട്ടിട്ടുണ്ടെന്നാണ്. ഞങ്ങൾ അങ്ങനെ അവിടെ ചെന്ന്, ഇതൊരു ഭയങ്കര റഷാണ്, ജനം ഇങ്ങനെ അയോധ്യ ധാമിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം പ്രയാഗ്രാജിൽ വരുന്ന അല്ലെങ്കിൽ കുംഭമേളയിൽ പങ്കെടുക്കാൻ വരുന്ന എല്ലാവരും തന്നെ അയോധ്യയിലെത്തി ശ്രീരാമനെയും കാണാതെ മടങ്ങാറില്ല. അങ്ങനെ എല്ലാവരും അയോധ്യയിലേക്ക് പോകുന്നു. ഞങ്ങളും അവരോടൊപ്പം തിരിച്ചു. പ്രയാഗ്രാജ് കുംഭമേളയിൽ നിന്ന് നേരിട്ട് നടന്ന് പ്രയാഗ്രാജ് ജംഗ്ഷനിലേക്ക് എത്തുന്നവരുണ്ട്, ഇതുപോലെ ഓട്ടോയോ ബൈക്കോ പിടിച്ച് എത്തുന്ന ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുന്ന എൻട്രൻസിൽ ആരെയും കടക്കാൻ പോലീസുകാരൻ അനുവദിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ ചെന്നു, റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് അന്വേഷിച്ചു. അങ്ങനെ 40 രൂപയാണ് അയോധ്യയിലേക്കുള്ള ടിക്കറ്റ് ചാർജ്. ഞങ്ങൾ 3 പേർക്കുള്ള ടിക്കറ്റ് എടുത്തു. ഏകദേശം 4.5-5 മണിക്കൂർ കൊണ്ട് അയോധ്യയിൽ എത്തും എന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തു. നേരെ അവിടുന്ന് ഈ ട്രെയിൻ വന്ന് നിൽക്കുന്ന പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവരെല്ലാം കൊണ്ട് പോവുകയാണ്. എനിക്ക് അവിടുന്ന് വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാനുള്ള യാതൊരു സാഹചര്യവും ഇല്ല. കാര്യം ജനം വന്ന് പറയുന്നു. ഇതിനിടെ ഫോണും അതുപോലെ നമ്മുടെ ഗിംബലും ഒക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഒടിഞ്ഞ് 4 കഷ്ണമായിട്ട് കൈ കിട്ടും. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ ട്രെയിൻ അവിടെ കിടപ്പുണ്ട്. ഞാൻ കയറാനായിട്ട് അങ്ങോട്ട് ഓടുമ്പോഴേക്കും ആ ട്രെയിൻ എടുത്തുപോയി. പോലീസുകാർ പറഞ്ഞു ഉടനെ അടുത്ത ട്രെയിൻ വരും. അങ്ങനെ ഞങ്ങൾ അന്ന് പ്ലാറ്റ്ഫോമിൽ വിശ്രമിക്കുകയാണ്. ഏകദേശം 10 മണിയൊക്കെയോട് കൂടിയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. അങ്ങനെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഒരു ട്രെയിൻ വന്നു. അയോധ്യയിലേക്കാണ് എന്ന് പറഞ്ഞു. ഒരു സ്പെഷ്യൽ ട്രെയിൻ ആണ് ഇതെന്ന് പറഞ്ഞു. അതായത് കമ്പാർട്ട്മെന്റുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടില്ല. ഒന്നിന്റെ അകത്തൂടെ ഒന്നിലേക്ക് കയറാനൊന്നും പറ്റത്തില്ല. എല്ലാ ബോഗികളും ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ സ്പെഷ്യൽ ട്രെയിനുകൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ സ്പെഷ്യൽ ട്രെയിനിൽ കയറി. പറയത്തക്ക തിരക്കൊന്നും ട്രെയിനിനുള്ളിലില്ല, എന്നാലും എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലമുണ്ട്. വീഡിയോയിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ കുത്തിഞ്ഞിരിക്കാനുള്ളൂ. ട്രെയിൻ വളരെ ഫ്രീ ആണ്. അങ്ങനെ ഞങ്ങൾ ആ ട്രെയിനിൽ കയറി കിടന്ന് ഉറങ്ങി. ഈ അയോധ്യയിൽ നിന്നും നമ്മൾ നേരെ സുൽത്താൻപൂരിൽ നിന്നും നേരെ അയോധ്യ, ഇതാണ് ഒരു ട്രെയിൻ ട്രാക്ക്. ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ, പക്ഷേ ഇതൊരു അജ്ഞാത ട്രെയിൻ ആയിരുന്നു. ഇത് നേരെ അയോധ്യയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു 6 മണിയൊക്കെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇത് അയോധ്യയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ആ സ്ട്രെയിറ്റിൽ തന്നെയാണുള്ളത്. പക്ഷെ ഈ സുൽത്താൻപൂർ എത്തുന്നതിന് മുമ്പ് ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിയപ്പോൾ ഈ ട്രെയിൻ ഇടത്തേക്ക് അങ്ങ് കട്ടി. ഈ ട്രെയിൻ പിന്നെ ഞങ്ങൾ വിചാരിച്ച സ്ഥലത്തൂടെ ഒന്നുമല്ല. ഇത് നേരെ അമേഠി, റായ്ബറേലി, അതുവഴി ഈ സാധനം നേരെ ലക്നൌവിലെത്തി. ലക്നൌ ഇതിന്റെ ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമാണ്. അപ്പോഴേക്കും മണി 10 മണി 11 മണി ആയി കഴിഞ്ഞു. ഞങ്ങളാരും ഒന്നും ഭക്ഷണം കഴിച്ചിട്ടുമില്ല. ട്രെയിനുള്ളിലാണെങ്കിൽ ആകെ വിജനം. ഈ ലക്നൌവിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ലക്നൌവിലുള്ള ആൾക്കാരൊക്കെ ഈ ട്രെയിൻ കണ്ടിട്ട് പലരും ചോദിച്ചത് എങ്ങോട്ടുള്ള ട്രെയിനാണ്. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇത് അയോധ്യയിലേക്കാണ്. ഈ സമയത്ത് ഇങ്ങനെ ഒരു ട്രെയിനോ? ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ട്രെയിനാണ്. അങ്ങനെ വന്നു ഞങ്ങൾ ഇവിടെ എത്തി. അപ്പൊ ഞാൻ വീണ്ടും മാപ്പ് എടുത്ത് വെച്ച് നോക്കിയപ്പോൾ ലക്നൌവിൽ നിന്ന് അയോധ്യയിലേക്ക് എത്താൻ ഏകദേശം വീണ്ടും ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ യാത്രയുണ്ട്. ലക്നൌവിൽ ഇത് എത്തിയത് 12 മണിയോട് അടുപ്പിച്ചായി കേട്ടോ. ലക്നൌവിൽ എത്തിയത് ഞങ്ങൾ വിചാരിച്ചുകൊണ്ട് വൈകുന്നേരത്തോടു കൂടി എത്താമല്ലോ. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ട്രെയിനിൽ തന്നെ ലക്നൌവിൽ നിന്നും തിരികെ അയോധ്യയിലേക്ക് യാത്ര ചെയ്തു. ഇത് അയോധ്യയിലേക്ക് പൊക്കോണ്ടിരിക്കുമ്പോൾ ഈ ട്രെയിൻ അയോധ്യയിലേക്ക് പോകാതെ വീണ്ടും ഇടത്തോട്ട് കട്ട് ചെയ്ത് അത് വീണ്ടും നേരെ ഈ സരയൂ നദി ക്രോസ് ചെയ്തൊക്കെയാണ് പോകുന്നത്. ഇത് എങ്ങോട്ടാണ് ഈ ട്രെയിൻ പോകുന്നത്? ആകെ ഒരു കൺഫ്യൂഷൻ. ഇത് സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട് ഉത്തർപ്രദേശിന്റെ എല്ലാ മൂലകളും കണക്ട് ചെയ്താണ് പോകുന്നത്. ഞങ്ങൾക്ക് വലിയ അബദ്ധമാണ് പറ്റിയത്. ഞങ്ങൾ ഈ സ്ട്രെയിറ്റ് ഉള്ള ഒരു ട്രെയിനിൽ കയറുന്നതിന് പകരം ഈ സ്പെഷ്യൽ ട്രെയിനിൽ കയറിയത് കൊണ്ട് തന്നെ ഇത് സരയൂ നദി ക്രോസ് ചെയ്തു. എന്ന് വെച്ചാൽ സരയൂ നദിയുടെ ഇക്കരെയാണ് അയോധ്യ ഉള്ളത്. പക്ഷേ ഇത് ക്രോസ് ചെയ്ത് അപ്പുറം പോയി. അവിടെ നിന്ന് ഗോണ്ടി എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ എത്തി.
അപ്പോഴേക്കും ഞങ്ങൾ നല്ല വിശന്നു. അവിടെ നിന്ന് കിട്ടിയ ഒരു ചപ്പാത്തിയും കടലക്കറിയും അല്ല ഒരു പച്ചമുളകും കൂടെയൊക്കെ അവർ വെച്ചിരുന്നു. അതൊരു സ്പെഷ്യൽ ഡിഷാണ്. അങ്ങനെ ഞങ്ങൾ ആ ഭക്ഷണമൊക്കെ മേടിച്ച് കഴിച്ച് ഇത് ഗോണ്ടി എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു മൻകപൂർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനുണ്ട്. ഈ മൻകപൂരും കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് നേപ്പാൾ ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ മൻകപൂർ പോയിട്ട് ട്രെയിൻ റിവേഴ്സിൽ വേറൊരു വഴി തിരിച്ചാൽ സാധനം നമ്മുടെ അയോധ്യയിലെത്തും. ഞാനിതിനെ ആകെ നോക്കിയിരിക്കുകയാണ്. കൃത്യം അത് മൻകപൂർ എത്തിക്കഴിഞ്ഞപ്പോൾ ട്രെയിൻ 2 എഞ്ചിനുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും എഞ്ചിനുണ്ട്. അപ്പോൾ ബാക്കിലത്തെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ തിരിച്ചു പോകാൻ തുടങ്ങി. അങ്ങനെ ഈ ട്രെയിൻ മൻകപൂരിൽ നിന്നും നേരെ അയോധ്യ ലക്ഷ്യം വെച്ച് തിരിച്ചു പോകും. ഒരു വളരെയധികം ഒരു സന്തോഷം. എന്തായാലും അയോധ്യയിൽ അടുത്തെത്തി. മൻകപൂർ അയോധ്യയൊക്കെ വളരെ വളരെ അടുത്താണ്. പറഞ്ഞു നമ്മുടെ 2 ജില്ല കൊല്ലം തിരുവനന്തപുരം പോലുള്ള വ്യത്യാസമുണ്ട്. അങ്ങനെ ട്രെയിൻ നേരെ വീണ്ടും സരയൂ നദി ക്രോസ് ചെയ്ത് ഇക്കര ഭാഗത്തേക്ക് വന്നു. അയോധ്യയിലേക്ക് എത്താറായി എന്ന് വളരെ ഭയങ്കര സന്തോഷമായി ഞങ്ങൾക്ക്. കാര്യം വെച്ചാൽ ഇതൊരു അജ്ഞാത ട്രെയിനിൽ കയറിയിരുന്ന പോലെ ഉണ്ടായിരുന്നു. ഇതാണ് ആ ട്രെയിൻ. ഇത് ഞാൻ മൻകപൂർ ഇറങ്ങി നിന്നപ്പോൾ ഞാൻ എടുത്ത ഒരു വീഡിയോയാണ്. കാര്യം ഇത് 4 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലം ഏകദേശം 18 മണിക്കൂറായിട്ട് ഞങ്ങൾ എത്തിയിട്ടില്ല. അങ്ങനെ രാത്രി ആയി, സന്ധ്യ ആയി തുടങ്ങി. 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അയോധ്യ പട്ടണത്തിൽ എത്തിയിരിക്കുന്നു. അയോധ്യ കണ്ടപ്പോൾ തന്നെ ഒരു വലിയ മനസമാധാനമായി. അയോധ്യ എത്തിയല്ലോ, ഇനി കുഴപ്പമില്ല, ഇനി ഇവിടെ നോക്കാം അങ്ങനെ കരുതി ട്രെയിൻ നേരെ അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഒരു 7 മണി 8 മണിയോട് കൂടിയാണ് അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷൻ എത്തിയത്. അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷൻ ഇന്നിപ്പോ ഞാൻ പറഞ്ഞ് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നില്ല, ഒരു എയർപോർട്ട് ലോഞ്ച് പോലെയൊക്കെയാണ് അതിന്റെ മുകൾ ഭാഗം കെട്ടിയിട്ടിരിക്കുന്നത്. അതായത് പ്ലാറ്റ്ഫോമുകൾ താഴെ ട്രെയിനുകൾ നിൽക്കുന്നതിന്റെ നേരെ മേലെ ഓവർ ബ്രിഡ്ജിന് പകരം ഒരു വലിയ ബിൽഡിംഗ് തന്നെ കെട്ടിയിട്ടിരിക്കുന്നു. ഒരു 1000, 2000, 3000, 4000, 5000 പേർക്കൊക്കെ അവിടെ കിടക്കാനും വേണ്ടിയുള്ള സൗകര്യം, പ്ലാറ്റ്ഫോമുകൾ തന്നെ സൗകര്യം. പക്ഷെ പ്ലാറ്റ്ഫോമുകളുടെ എണ്ണം കുറവാണ്. ആകെപ്പാടെ 4 പ്ലാറ്റ്ഫോമേ ഉള്ളൂ. 5ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ പണി നടക്കുന്നു. പക്ഷെ റെയിൽവേ സ്റ്റേഷൻ അതിഗംഭീരമായി പണിഞ്ഞിട്ടിരിക്കുന്നു. കാര്യം ഈ കുംഭമേള വരാൻ പോകുന്നതും അയോധ്യ എന്ന ക്ഷേത്രത്തിന് ഹിന്ദു വിശ്വാസങ്ങളുള്ള പ്രാധാന്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആരാധകർ വരും എന്ന് അദ്ദേഹത്തിന് അറിയാമോ. ആ ഒരു കണക്കിലാണ് ഈ റെയിൽവേ സ്റ്റേഷനുകൾ പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത്. അയോധ്യ, പ്രയാഗ്രാജ് ജംഗ്ഷൻ, ബനാറസ് ആൻഡ് വാരണാസി, ഈ 4 റെയിൽവേ സ്റ്റേഷനുകളും അതിഗംഭീരമായാണ് പണിതിട്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. എന്തായാലും രാത്രി 9 മണിയോട് കൂടി നട അടയ്ക്കും. പിന്നെ അത് മാത്രമല്ല, ഞാൻ പുറത്തുപോയി അന്വേഷിച്ചു. അമ്മയെ ഞാൻ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുത്തിയിട്ട് ഞാൻ പുറത്തുപോയി അന്വേഷിച്ചപ്പോൾ നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. വെറും 2 കിലോമീറ്ററിനുള്ളിലാണ് അയോധ്യ ക്ഷേത്രമുള്ളത്. പക്ഷേ യാത്ര അന്ന് ഒരു ദിവസം മുഴുവൻ ട്രെയിനിൽ ഇരുന്നതിന്റെ ഒരു ക്ഷീണം അവർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നമുക്ക് നാളെ രാവിലെ 4 മണിക്ക് നട തുറക്കും. അന്ന് കുംഭമേള ആയതുകൊണ്ട് തന്നെ രാത്രി 10 മണിയൊക്കെ കഴിഞ്ഞ് നട അടയ്ക്കുള്ളൂ എന്നാണ് പോലീസുകാരൊക്കെ പറഞ്ഞത്. എന്നാലും റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചപ്പോഴേക്കും സമയം ഒരുപാട് പോയി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെയിൽവേ സ്റ്റേഷനിൽ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് പ്രഭാത കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം രാവിലെ 3 മണിയോട് കൂടി ഞങ്ങൾ എഴുന്നേറ്റു. പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒന്ന് ദേഹമൊക്കെ ഒന്ന് ശുദ്ധി വരുത്തി ഒരു 4 മണിയോട് കൂടി ഞങ്ങൾ നേരെ ശ്രീരാമക്ഷേത്രം ലക്ഷ്യം വെച്ച് നടന്നു. ട്രെയിനിൽ നിന്ന് ഇറങ്ങി വലത്തോട്ടാണ് പോകാനുള്ളത്. അതുവഴി ഒരു ചെറിയ റോഡ് വഴി നമ്മളൊരു മെയിൻ റോഡിലെത്തും. മെയിൻ റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ കാണുന്നത് ശ്രീരാമ ജന്മഭൂമിയാണ്. പക്ഷേ തിരക്ക് കൊണ്ട് റോഡിന്റെ നടുക്ക് ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ റോഡിന്റെ റൈറ്റ് സൈഡിലൂടെ കുറേ ദൂരം പോയിട്ട് പിന്നെ അവിടെ നിന്ന് യു ടേൺ എടുത്ത് വീണ്ടും തിരികെ ഇങ്ങനെ വളഞ്ഞു വരണം. അങ്ങനെ വളഞ്ഞു വന്നാൽ മാത്രമേ അവിടെ എത്തുള്ളൂ. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഈ കവാടത്തിന്റെ മുന്നിലൊക്കെ ജലം ഒന്ന് നിറഞ്ഞ് ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് നിറഞ്ഞു. 1000കണക്കിനോ അല്ല 10000കണക്കിന് ആൾക്കാർ അപ്പോൾ തന്നെ അവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു, ഇവിടെ നിന്ന് രക്ഷപ്പെടുന്ന കാര്യം എത്ര സമയം എടുക്കും, ഈ തിരക്കുകളൊക്കെ നമുക്കറിയാവുന്നല്ലേ. പക്ഷെ ഞങ്ങൾ അവിടെ നിന്നു 1-2 സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോഴേക്കും 4-4:30 ആയപ്പോൾ നട തുറന്നപ്പോൾ എല്ലാവരും ജയ് ശ്രീറാം വിളികളോടുകൂടിയും അയോധ്യാധിപതി ശ്രീരാമചന്ദ്രന് ജയ് വിളിച്ചുകൊണ്ടൊക്കെ എല്ലാവരും ഒക്കെ എഴുന്നേറ്റു. അങ്ങനെ ഞങ്ങൾ നേരെ അയോധ്യയുടെ പ്രധാന കവാടം, നല്ല വെയിലൊക്കെ അടിക്കാതിരിക്കാനുള്ള സൗകര്യത്തിലാണ് അതിന്റെ വഴി തന്നെ ചെയ്തു വെച്ചിരിക്കുന്നത്. റോഡിന്റെ നടുക്കായിട്ട് കുട വിരിച്ച പോലെയുള്ള കൺസ്ട്രക്ഷൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ അതിന്റെ ചുവട്ടിൽ കൂടെ നടക്കാം. പിന്നെ ഇവിടെ തൊട്ടേ കമ്പിവേലികൾ തുടങ്ങിയാണ് ഒരു 4-5 വരിയായിട്ട് ഒരു വ്യക്തിക്ക് നിൽക്കാൻ പറ്റും. അങ്ങനെയുള്ള സിംഗിൾ ലൈനുകളായിട്ട് കമ്പികൾ തിരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതുവഴി നേരെ നടന്നു നീങ്ങി. ആൾക്കാരെല്ലാം ശ്രീരാമന് ജയ് വിളിക്കുന്നത് സത്യം പറഞ്ഞാൽ കോരിത്തരിച്ചാണ് ആ വഴി കൂടെ നടന്നത്. എത്രയെത്ര ഓർമ്മകൾ, എത്രയെത്ര മരണങ്ങൾ, കലാപങ്ങൾ, വളരെ എന്താ പറയാ, ആ വഴികളിലൂടെ നടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ചരിത്രം, 500 വർഷം ചരിത്രമോ അതോ നമ്മൾ 4000 വർഷം ചരിത്രത്തെ പറ്റി ചിന്തിക്കണോ എന്ന് വരെ നമ്മൾ ചിന്തിക്കും. കാരണം ശ്രീരാമൻ ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന കാലഘട്ടവും നമ്മളുടെ ഇപ്പോഴത്തെ കാലഘട്ടവും നമ്മൾ ശരിക്കും ഒരു
5000 വർഷങ്ങളുടെ അടുത്ത് തന്നെ പഴക്കമുണ്ട്. 5000 വർഷങ്ങൾക്ക് മുൻപ് ജനിച്ചു വീണ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും തികഞ്ഞതും ശക്തനും തന്ത്രശാലിയുമായ ഒരു ഭരണാധികാരിയായിരുന്നു ശ്രീരാമൻ എന്നത് ശ്രീരാമന്റെ ഭരണചരിത്രം പഠിക്കുന്നവർക്ക് മനസ്സിലാവും. യഥാർത്ഥത്തിൽ നമ്മൾ ശ്രീരാമനും രാവണനും തമ്മിലുള്ള ചരിത്രം മാത്രമാണ് പഠിക്കുന്നത്. ശ്രീരാമന്റെ ഭരണ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല. 500 വർഷങ്ങൾക്ക് മുമ്പ് തകർക്കപ്പെട്ട ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിന് മുകളിൽ മസ്ജിദ് ഇ ജന്മസ്ഥാൻ എന്ന ഒരു പള്ളി പണിഞ്ഞ് എന്നേക്കുമായി ശ്രീരാമ ഭഗവാന്റെ അടയാളങ്ങൾ മായ്ച്ചു കളയാൻ ശ്രമിച്ച ഒരു കാലഘട്ടം. അന്ന് തൊട്ട് ആ പ്രദേശത്തുള്ള രാമഭക്തർ അല്ലെങ്കിൽ രാമന്റെ പിന്തുടർച്ചക്കാർ നടത്തി വരുന്ന കാലങ്ങളായിട്ടുള്ള പോരാട്ടം, അത് കഴിഞ്ഞ് 1989 ശക്തി പ്രാപിച്ച ശ്രീരാമക്ഷേത്ര പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച 100 കണക്കിന് ആൾക്കാർ. അന്നത്തെ ചരിത്രത്തിലൊക്കെ പറയുന്നത് സരയൂ നദി ചുവന്നാണ് ഒഴുകിയിരുന്നത് എന്നാണ്. അതിനുശേഷം നടന്ന 3 മകുടങ്ങളുടെ തകർക്കലുകൾ, അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള കോടതി വിധി, അതിന്റെ നടപ്പിലാക്കലിന്റെ ഭാഗമായിട്ട് ആ ക്ഷേത്രത്തിന്റെ നിർമ്മാണം, അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കയറി ഇറങ്ങിപ്പോകും. ആൾക്കാരുടെ കൂടെ ഞങ്ങളും ശ്രീരാമ ഭഗവാനെ ജൈവിളിച്ചും ചരണമന്ത്രങ്ങൾ ഓതി ഞങ്ങളും അവരോടൊപ്പം നിന്നു. നമ്മളങ്ങനെ ചെല്ലുമ്പോൾ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ ഇങ്ങനെ കാണാം, നല്ല ആർച്ച് പോലുള്ള വാതിലുകൾ. ശരിക്കും നമ്മളെ ഒരു ബാഹുബലി സിനിമയുടെ ലൊക്കേഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. നല്ല ഉയരത്തിലുള്ള കവാടം, ഈ കവാടത്തിന് മുന്നിലൂടെ നമ്മൾ ഈ കമ്പിവേലികളിലൂടെ നടക്കുകയാണ്. ഈ കമ്പിവേലിക്ക് നടുക്കൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ കമ്പിവേലിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സൈഡിൽ ഇരിക്കാനുള്ള സൗകര്യം വെച്ചിട്ടാണ് ഈ കമ്പിവേലി നിർമ്മിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ക്യൂവിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ബ്ലോക്ക് വന്നാൽ നമുക്ക് ആ സൈഡിൽ ഇരിക്കാം. ചെറിയൊരു ഇരിപ്പിടം കൂടി അത് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ പ്രധാന കവാടത്തിന് മുന്നിലെത്തി. അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നെല്ലാം ജയ് ശ്രീറാം വിളികൾ താനേ ഉയർന്നു വന്നു പോകും. ശ്രീരാമ ഭഗവാനെ അല്ലെങ്കിൽ എത്രയോ വർഷം, 500 വർഷങ്ങൾക്ക് മുമ്പ് തകർക്കപ്പെട്ട ഒരു ക്ഷേത്രം, ഈ 500 വർഷത്തിന്റെ ഇടയിൽ, ഇത്രയും കാലഘട്ടത്തിനിടയിൽ എത്ര പേർക്ക് ഭാഗ്യം ലഭിച്ചു? ആർക്കും തന്നെ ശ്രീരാമൻ ജനിച്ച ആ സ്ഥലം അവിടേക്ക് പിന്നെ പ്രവേശിക്കുവാനോ ശ്രീരാമനെ പൂജിക്കുവാനോ ആരാധിക്കുവാനോ ഒന്നും കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ 500 വർഷങ്ങൾ പിന്നിട്ടിട്ട് ഇപ്പോഴുള്ള ഈ കാലഘട്ടത്തിൽ പോലും നമുക്ക് എത്ര പേർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കുന്നു? അപ്പോൾ ശ്രീരാമ ഭഗവാന്റെ ആ വിഗ്രഹം കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ശ്രീരാമ ഭഗവാന്റെ ബാലരാമന്റെ രൂപത്തെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള ഒരു വലിയൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. അങ്ങനെ ആ പ്രധാന കവാടം കയറി ഇറങ്ങി ചെല്ലുമ്പോൾ ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയും. വളരെ വലിയൊരു ക്ഷേത്രം, അതിന്റെ കൺസ്ട്രക്ഷൻ തീർന്നിട്ടില്ല. ശ്രീകോവിലിന്റെ പണി നടത്തി കഴിഞ്ഞുവെങ്കിലും അതിന്റെ മുകളിലോട്ടുള്ള മകുടങ്ങളുടെ പണികളെല്ലാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ചുറ്റുമതിലിന്റെ ഫ്രണ്ടേജ് മാത്രമേ തീർന്നിട്ടുള്ളൂ. സൈഡ് കുറെയൊക്കെ തീർന്നു, ബാക്ക് സൈഡും ഒക്കെ ഒരു പാതി കൺസ്ട്രക്ഷനേ ആയിട്ടുള്ളൂ. എനിക്കൊന്ന് ഒരു 1-2 വർഷം കൂടെ കഴിഞ്ഞാൽ മാത്രമേ ശ്രീരാമക്ഷേത്രം പൂർണ്ണമായി നിർമ്മിക്കാൻ സാധിക്കുള്ളൂ. നമ്മളങ്ങനെ ഈ ക്ഷേത്രത്തിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി, മുറ്റത്തെല്ലാം ജനമാണ്, ഞങ്ങളുടെ മുന്നിലും പിന്നിലും എല്ലാം ആയിരക്കണക്കിന് ജനം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അതിമനോഹരമായ കൊത്തുപണികളോടുകൂടി നിർമ്മിച്ചിട്ടുള്ള തൂണുകൾ. ഈ തൂണുകളുടെ എല്ലാം ഒരു ചരിത്രം എന്താണെന്ന് വെച്ചാൽ, 1989 അവിടെ ഉണ്ടായിരുന്ന മസ്ജിദ് ജന്മസ്ഥാൻ തകർത്തുകൊണ്ട് പുതിയ ക്ഷേത്രം പണിയാനായിട്ട് അന്നത്തെ കർസേവകർ അവിടെ കൊണ്ടിട്ട വലിയ വലിയ കൽത്തൂണുകളാണ്. അതെല്ലാം എല്ലാത്തിനും നമ്പർ ഇട്ടായിരുന്നു അന്ന് അവിടെ വെച്ചിരുന്നത്. കൺസ്ട്രക്ഷൻ തുടങ്ങുമ്പോൾ ഈ നമ്പർ പ്രകാരം അടുക്കി വെക്കാമെന്നുള്ള ഒരു എഞ്ചിനീയറിംഗ് ബുദ്ധിയിലാണ് അതെല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ ആ തൂണുകൾക്കെല്ലാം ആ പഴക്കവുമുണ്ട്. ഇത്ര വർഷം പഴക്കമുണ്ട്. ഏകദേശം ഒരു 40 വർഷത്തിന് മേലെ പഴക്കമുള്ള കൽത്തൂണുകളാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. അങ്ങനെ ഈ മനോഹരമായ കൽത്തൂണുകൾ, അതുപോലെ തന്നെ നല്ല മാർബിൾ വിരിച്ച തറകളിൽ നോക്കി ഞങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ വേറൊരു ചിന്ത കൂടി മനസ്സിലേക്ക് വന്നത്, ഈ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിൽ നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ശ്രീ നരേന്ദ്രമോദി നടന്ന ആ പടവുകളിലൂടെയാണ് നമ്മളും നടക്കുന്നത് എന്നുള്ളത് എനിക്ക് വീണ്ടും വളരെ വലിയ സന്തോഷം ഉണ്ടാക്കി. അദ്ദേഹം തന്റെ കയ്യിലെ താലപാത്രത്തിൽ ശ്രീരാമന് ഭഗവാനെ നീന്തിക്കാനുള്ള നേദ്യ വസ്തുക്കളുമായിട്ട് ഈ പടവുകളിലൂടെ നടന്നാണ് അദ്ദേഹം ശ്രീരാമ മന്ത്രം ജപിച്ചുകൊണ്ട് ശ്രീകോവിലേക്ക് നീങ്ങിയത്. അപ്പൊ ഇതും എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ആ പടികളിലൂടെയാണ് ഞാനും നടക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും നടക്കുന്നത്. അങ്ങനെ ഈ ചിന്തകളെല്ലാം മനസ്സിലൂടെ നടന്ന് മുന്നോട്ടെത്തിയപ്പോൾ അങ്ങ് ദൂരെ എനിക്ക് അവിടേക്ക് ശ്രീകോവിലിന് നല്ല വലിപ്പം ഉണ്ടാവും, അതുപോലെ തന്നെ വിഗ്രഹങ്ങൾക്ക് നല്ല വലിപ്പം ഉണ്ടാവും. ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ ദൂരത്ത് തന്നെ എനിക്ക് രാമന്റെ വസ്ത്രം ഇങ്ങനെ തിളങ്ങി കാണുന്നു. ആ കണ്ണുകൾ നമ്മൾ ശരിക്കും അത്രയും ദൂരത്ത് നിന്ന് വളരെ ക്യാച്ചിയാണ്. അതിന്റെ കൊത്തുപണികൾ ചെയ്ത ശില്പിയെ ശരിക്കും രാമനെ ആവാഹിച്ച് അദ്ദേഹം ചെയ്ത പോലെ തന്നെ അത് കണ്ടാൽ തോന്നുന്നു. അത്രയും
തേജസ്സുറ്റൊരു വിഗ്രഹമാണ് മുന്നിൽ നിൽക്കുന്നത്. ദൂരത്ത് നിന്ന് തന്നെ പിന്നീട് ആ വിഗ്രഹത്തിൽ നിന്ന് കണ്ണെടുക്കാനേ തോന്നിയില്ല. ഞാൻ ക്യാമറ ഒരുപാട് അടുത്തൊന്നും കൊണ്ടുപോയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് പോലീസുകാർ പറയുന്നുണ്ടെങ്കിലും പലരും കേൾക്കുന്നില്ല. പക്ഷേ ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ രാമനെ കാണാൻ കഴിയില്ല. വളരെ മനസ്സ് തുറന്ന് അവനെ തൊഴുതുകൊണ്ട് നമ്മൾ നിൽക്കുകയാണെങ്കിലും കണ്ണ് മുഴുവൻ ആ വിഗ്രഹത്തിലേക്ക് നോക്കി ആ വിഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും. ജയ് ശ്രീറാം വിളികളോടുകൂടിയും ശ്രീരാമചന്ദ്ര പ്രഭുവിന് അയോധ്യാധിപതിക്ക് ധാരാളം ജയികൾ വിളിച്ചുകൊണ്ടും ഇതിന് കാരണമായി തീർന്ന ജീവത്യാഗം ചെയ്തവരെയും നമ്മുടെ രാജ്യത്തിന്റെ പരമമായ ഒരു പാരമ്പര്യ വൈഭവത്തെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നടത്തിയ യുദ്ധങ്ങളും അതിനുവേണ്ടി നഷ്ടപ്പെട്ട ജീവനുകളും അവരെ എല്ലാരെയും ഒരു നിമിഷം സ്മരിച്ചുകൊണ്ട് രാമന്റെ ആ വിഗ്രഹം കൺകുളിർക്കെ കൺമുന്നിൽ കണ്ടുകൊണ്ട് ആ വിഗ്രഹത്തെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ആ ദർശനം ഞങ്ങൾ അവസാനിപ്പിച്ച് ക്ഷേത്രത്തിന് പുറത്തേക്ക് വന്നു. അങ്ങനെ ഇത് പുറത്തേക്കുള്ള മറ്റൊരു വഴിയാണ്. ആ വഴികളിലൂടെ ഞങ്ങൾ നടന്നപ്പോഴേക്കും മനസ്സിൽ പല പല ഓർമ്മകളാണ്. ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ച് വിഗ്രഹ പ്രതിഷ്ഠ ടിവിയിൽ കണ്ട കാലം തൊട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നതാണ് അയോധ്യയിൽ എന്തായാലും പോകണം. മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ മഹാപുണ്യമായിട്ടും അതിനേക്കാൾ ഉപരി ശ്രീരാമനെ കാണാൻ കഴിഞ്ഞല്ലോ എന്നത് വളരെ വലിയൊരു സന്തോഷവും. ഈ ചരിത്രവും പൈതൃകവും എല്ലാം തന്നെ പലരും വിമർശന ബുദ്ധിയോടുകൂടി വർഗീയതയായിട്ടും അല്ലെങ്കിൽ വിഭജനാത്മകമായ ചിന്തകളായിട്ടും ഒക്കെ കണക്കാക്കുന്നുണ്ടെങ്കിലും അതിനൊന്നും ഒരർത്ഥവുമില്ല. കാരണം നമ്മൾ രാമക്ഷേത്രം പണിയുന്നതിന്റെ കൂടെ തന്നെ സ്പേസ് സ്റ്റേഷനും പണി. നമ്മൾ രാമക്ഷേത്രത്തിന് പ്രാണപ്രതിഷ്ഠ നൽകുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ഹൈപ്പർ ലൂപ്പും പണിയും. രാജ്യത്തിന്റെയും നമ്മുടെയും പൈതൃകത്തിന്റെയും ആഴത്തിലുള്ള വേരുകളിൽ ബലം ഉറപ്പിക്കാതെ നമ്മളാകുന്ന, നമ്മുടെ പാരമ്പര്യമാകുന്ന, നമ്മുടെ ചരിത്രമാകുന്ന, നമ്മളാകുന്ന വൃക്ഷത്തിന് വളരാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആഴത്തിൽ വേരുകൾ ഉണ്ടെങ്കിലേ ഉയരങ്ങളിലേക്ക് നമുക്ക് വളരാൻ കഴിയുള്ളൂ. നമ്മുടെ പിൻചരിത്രങ്ങളിൽ എപ്പോഴോ ആരൊക്കെയോ കൊണ്ടുവന്ന് ചേർത്തിട്ടുള്ള ഉച്ചനീചിത്വങ്ങളും അനാചാരങ്ങളുടെയും മാത്രം കഥകൾ പഠിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയും നമ്മളെ അതുമാത്രം പഠിപ്പിക്കാനായിട്ട് ഒരു കൂട്ടം തിരിക്കുകയും ചെയ്യുമ്പോൾ ഒറ്റ കാര്യമേ അവരോടൊക്കെ എനിക്കും ചോദിക്കാനുള്ളൂ. ഈ ലോകത്ത് ഏറ്റവും സ്പഷ്ടവും വൃത്തിയുള്ളതും നല്ലതും അല്ലെങ്കിൽ ഇനി ഒരു തരത്തിലും മോശം പറയാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു ജനത ഈ ലോകത്ത് എവിടെയെങ്കിലും ജീവിച്ചിരുന്നു? യൂറോപ്യൻസ്, അമേരിക്കൻസ്, ചൈനീസ്, ഇന്ത്യൻസ്, പേർഷ്യൻസ്, അതോ ക്രിസ്ത്യൻസ്, മുസ്ലിംസ്, ജൈൻസ്, ബുദ്ധിസ്റ്റ്, അങ്ങനെ ഏതെങ്കിലും മതങ്ങൾ ആർക്കെങ്കിലും ഒരു ലെവലേശം പോലും കുറ്റം പറയാൻ കഴിയാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. പിന്നെ എന്തിന് നമ്മളോട് മാത്രം ഈ കാര്യങ്ങൾ പറഞ്ഞ് 24 മണിക്കൂറും ചിലർ വട്ടം കൂട്ടുന്നു? നമ്മൾ എന്തിനാ അതിന് നിന്നു കൊടുക്കണം? നമ്മളുടെ കുറ്റങ്ങൾ എല്ലാത്തിനെയും തിരുത്തി ഈ ഭൂമിയിൽ നിലവിൽ ജീവിക്കേണ്ട ആധുനിക കാലഘട്ടത്തിന്റെ എല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് ജീവിക്കുന്നവരാണ്. പഴമയുടെ പൈതൃകത്തിന്റെ ചില ഭാരങ്ങൾ നമ്മൾ സ്വയം ചുമക്കുന്നവരുമാണ്. അത് മാത്രമേ ഇതിൽ നിന്ന് അർത്ഥമുള്ളൂ. ശ്രീരാമ ഭഗവാന്റെ മണ്ണിൽ എത്താൻ സാധിച്ച വളരെ വലിയ സന്തോഷത്തോടു കൂടി പുറത്തെത്തി. ധാരാളം കച്ചവടക്കാർ അവിടെയും ഉണ്ടായിരുന്നു. പണ്ടൊരു ചെറിയ പട്ടണം മാത്രമായിരുന്ന, ഒരു ഉൾനാട് മാത്രമായിരുന്ന ആ നഗരം ഇന്ന് ശ്രീരാമ ഭഗവാനാൽ നിറഞ്ഞു നിൽക്കുന്നു. നഗരം വളരെ വലുതായിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, അയോധ്യാധാം റെയിൽവേ സ്റ്റേഷൻ പോലും പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമും 6-ാം നമ്പർ പ്ലാറ്റ്ഫോമും ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു ജന്മസാഫല്യം പോലെ അവിടെ എത്താൻ സാധിച്ചതിനും ഭഗവാനെ കാണാൻ സാധിച്ചതിനുമുള്ള സന്തോഷത്തോടു കൂടി ഞങ്ങൾ തിരികെ നാട്ടിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ മഹാകുംഭമേളയും അയോധ്യയിലെ ശ്രീരാമനെയും കാണാൻ കഴിഞ്ഞു. വളരെ വലിയ ചാരുതാർക്യത്തോടുകൂടി, സന്തോഷത്തോടു കൂടി ഏവർക്കും നന്ദി.